നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നവീനെ ഫോൺ വിളിച്ചു വെച്ച് കഴിഞ്ഞപ്പം കനകയോട് ഗോവിന്ദൻ ചോദിച്ചു, അല്ല കനകെ, നവീൻ മോന് സംശയം എന്തെങ്കിലും ഉണ്ടായോ? സംശയമൊന്നും ഉണ്ടായില്ല ഗോവിന്ദേട്ടാ, പറയാൻ പറ്റില്ല. ചിലപ്പോ ഇനിയിപ്പൊ നീ കല്യാണക്കാര്യത്തെ കുറിച്ചൊക്കെ ചോദിച്ചോണ്ട് കല്യാണക്കാര്യത്തെ കുറിച്ച് ചോദിച്ചെന്ന് പറഞ്ഞോണ്ട് അവന് എന്നെ സംശയം ഉണ്ടെന്ന് തോന്നില്ല. പിന്നെ പോരാത്തേന് അവന് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ആലോചിക്കാന്ന് പറയുകയും ചെയ്തല്ലോ. അല്ല കനക്കെ, ഈ നവീൻ മോനും നന്ദവും തമ്മില് നല്ല ചേർച്ച ഉണ്ടായിരുന്നില്ലേ? ഒരു പക്ഷേങ്കില് അവര് രണ്ടുപേരും കൂടെ ഒന്നിക്കുമായിരുന്നെങ്കില് എന്റെ ഗോവിന്ദേട്ടാ, അതിന് നവീൻ മോന്റെ അമ്മ സമ്മതിക്കോ? അവർക്ക് ഈ പോലീസുകാരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യമല്ലേ? അങ്ങനെ ഒരു ബന്ധത്തിന് ഒരിക്കലും അവര് തയ്യാറാവില്ല. പിന്നെ മോനും നന്ദും തമ്മിൽ നല്ല കൂട്ടുകാരാണല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു രീതിയിലുള്ള ചിന്ത നമുക്ക് വേണ്ടതാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അവന് നീ പെണ്ണ് കാണാന്ന് പറഞ്ഞു, നല്ലൊരു പെൺകുട്ടിയെ. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ മോളുടെ കാര്യം കൂടെ നീ ഒന്ന് ആലോചിക്കണം സീരിയസ് ആയിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, എന്റെ ഗോവിന്ദേട്ടാ, ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? എത്ര ആലോചന വന്നാ ഒന്നും അവൾക്ക് അങ്ങോട്ട് സെറ്റാകുന്നില്ല. പിന്നെ ഞാൻ ആ കുടുംബ ജോത്സ്യരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ജോത്സ്യൻ ഇപ്പോഴും പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? അതിന് തന്നെ അവളെ വിവാഹം കഴിക്കുന്ന അവന്റെ മനസ്സിൽ അവള് മാത്രമുള്ളെന്ന്. അവര് തമ്മിൽ ഭയങ്കര പ്രേമമാണെന്ന ജോത്സ്യൻ ഇപ്പോഴും പറയണേ. ഗോവിന്ദൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവുമോ? ചിലപ്പം അങ്ങനെ എന്തേലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ടായിരിക്കും എന്റെ മനസ്സിൽ പെട്ടെന്ന് ഈ നന്ദുവിനെ അനിയെക്കുറിച്ച് ഓരോരോ സംശയങ്ങൾ വരുന്നേ. അതുകൊണ്ടാണ് ഞാൻ നന്ദുവിന്റെ ഫോൺ ബിസി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ നവീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയത്. ഇനിയിപ്പം നവീനെയാണോ അവള് വിളിച്ച്, അതിപ്പോ ആണോന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് എന്താണെങ്കിലും അനിയല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഗോവിന്ദൻ പറഞ്ഞു, കനകെ, ഇനിയിപ്പൊ ആ കുടുംബ ജോത്സ്യര് പറഞ്ഞ കാര്യങ്ങള് അത് ശരിയാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഒരു കാര്യം ചെയ്യാം, ജോത്സ്യരെ ഒന്ന് മാറ്റി പിടിച്ചു നോക്ക്. അയാള് ചിലപ്പോ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേറെന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയിട്ടാണെന്ന് അറിയില്ലല്ലോ. വേറൊരാളെ കണ്ട് സംസാരിച്ചു നോക്ക, അപ്പൊ അയാൾ എന്താ പറയണമെന്നറിയാം. കനക പറഞ്ഞു, ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. അങ്ങനെയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നോക്കാം. പക്ഷെ എനിക്കൊരു വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു. ഈ ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്. നവ്യയുടെ കാര്യമാണെങ്കിലും നയനയുടെ കാര്യമാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നന്ദുവിന്റെ കാര്യത്തിൽ മാത്രം മാറ്റം ഉണ്ടാവുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പൊ എന്തെയും കനകെ നമ്മള് നോക്കാം. എന്താണെങ്കിലും അനന്തപുരിയിലേക്ക് വിടാനായിട്ട് ഞാൻ ഒരുക്കമല്ലാന്ന് പറഞ്ഞു. അറിയാലോ, രണ്ടു മക്കള് പോയതിന്റെ വിഷമം എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. ഇനിയിപ്പോ മൂന്നാമതൊരുത്തിയും കൂടെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ല ഗോവിന്ദേട്ടാ. അതിന് ഇനിയിപ്പോ അവൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കനിക അവിടെ നിന്ന് കൊണ്ട് എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് നാഗേന്ദ്രന്റെ അടുത്തേക്കും അവന്തികയും അഭിയും കൂടെ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നാഗേന്ദ്രൻ പറഞ്ഞു, മോനെ റെഡിയായെന്ന് വെച്ചു. അച്ഛന്റെ അനുഗ്രഹം കൂടെ മേടിച്ചിട്ട് പോകാന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അങ്ങനെ നാഗേന്ദ്രന്റെ കാല് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുമ്പോഴത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു, അബിയെ തകർത്തിട്ട് വേണം വരാനായിട്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവധി പറഞ്ഞു, ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് എന്റെ അബിയേട്ടന് അല്ല അനിയെ തകർത്തിട്ട് വേണം വരാനെന്ന് പറയണ. അപ്പോഴേക്കും അവധി പറഞ്ഞു, ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ട് എന്റെ അനിയണ്ണെ തകർക്കാനാ പ്ലാൻ അല്ലേന്ന് ചോദിച്ചു. അത് മോളെ, ഇപ്പം നീയും അവനും കൂടെ തമ്മിൽ ഒന്നായിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ നിന്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊന്നും അവനോട് തുറന്നു പറഞ്ഞിട്ടുമില്ല. ഒരു പക്ഷേ എങ്കിലും നാളെ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവൻ നിരാകരിക്കുമോന്ന് അറിയത്തില്ല. അവൻ നിന്റേതാവണം. നിന്റേതായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് കോംപ്രമൈസിന് തയ്യാറാകാം. പക്ഷെ അതിനു മുമ്പ് ഒരു പക്ഷെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ എന്താണെന്നും അറിയത്തില്ല. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നാവട്ടെ. ഒന്നായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേണമെങ്കിൽ വിട്ടുകൊടുത്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അതിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് എനിക്ക് തോന്നേ. ആ നന്ദു എന്ന് പറയുന്നവള് അവൾ അതിന് സമ്മതിക്കും തോന്നില്ല എന്ന് പറഞ്ഞു. അവളോ, അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളാം. അങ്ങനെ വെറുതെ തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. അവൾ എന്നെ ലോക്കപ്പിലിട്ട് ചതച്ചവളാ. അവളെ തന്നെ തീർത്ത് കളയണമെന്ന് പറഞ്ഞു. അതിനൊക്കെ മാർഗമുണ്ടാ. തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. എന്താണെങ്കിലും ഈ ഡീലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അതിനുശേഷം അവൾക്കിട്ട് വേണ്ട എന്താന്ന് വെച്ചാ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, ജൂലർ തന്നെ ഒന്നാമതെത്തണം. ഒരു കാരണവശാലും പിന്നോട്ട് പോകാൻ പാടില്ല. അനിയും ഇവളും തമ്മിൽ ഒന്നാവുകയാണെങ്കിൽ പിന്നെ ഒന്നും രണ്ട് സ്ഥാനത്തെന്നോണം ജ്വല്ലറി മൂർത്തി ജ്വല്ലറി ഇരിക്കും. പിന്നെ ഇവരെ തറക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അനിയാണല്ലോ മൂർത്തി ജ്വല്ലറി ഇപ്പോഴത്തെ MD. പിന്നെ നമ്മുടെ ജ്വല്ലറിയുടെ കാര്യം പറയാൻ വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇവൾക്ക് ആ ജ്വല്ലറി ഒരു കസാരയിട്ട് അനിയുടെ അടുത്ത് തന്നെ ഇവൾക്കും ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഓഹോ,
അപ്പൊ എൻ ജ്വല്ലറി തന്നെ പറത്താനാ ചെയ്യേണ്ട തീരുമാനമല്ലേ? MD കസാരിലേക്ക് ഏട്ടന് കയറാനായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെയൊന്നും. ഉം. അത് കേട്ടപ്പോ നാഗേന്ദ്രൻ പറഞ്ഞു, നിന്നേക്കാളും തന്ത്രം അറിയാവുന്നോളാ മോള്, അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് മോളെ വിശ്വാസക്കൂടലെന്ന് പറഞ്ഞു. കാരണം മോൾക്കറിയാൻ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്, ഒരു കമ്പനിയെ മുന്നോട്ട് നയിക്കേണ്ടത് എങ്ങനെയാന്ന്. ഇത് കേട്ടപ്പം അഭി പറഞ്ഞു, അയ്യോ അച്ഛാ, ഞാനൊരിക്കലും MD കസാരി ഒന്നും മോഹിച്ചിട്ടില്ല, അവന്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു, പക്ഷെ പുറത്ത് പറയുന്നത് വേറെയാ. നാഗേന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, ഇവള് നിന്റെ അനുജത്തിയല്ലേ, ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ ഒത്തൊരുമയോടെ മുന്നോട്ട് പോണ്ടല്ലേ. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഇവളെടുത്തോട്ടെ MD കസാര എന്ന് സങ്കടത്തോട് കൂടിയിട്ടാണെങ്കിലും അഭി പറയുന്നൊക്കെയുണ്ട്. എന്നാ ശരി, പോയിട്ട് വരാൻ പറഞ്ഞു മോനെ. ഇന്ന് നമ്മളായിരിക്കണം പത്രങ്ങളിൽ നിറഞ്ഞിരിക്കേണ്ട നമ്മളെ കുറിച്ചുള്ള വാർത്തകളായിരിക്കും. ഹേൻ ജ്വല്ലർ വീണ്ടും ഉയരങ്ങളിലേക്ക്. അഭി പറഞ്ഞു, അധികം വൈകാതെ അച്ഛനെ വാർത്ത കേൾക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് പോകുന്നത്. അഭി പോയി കഴിഞ്ഞപ്പോഴത്തേനും അവന്തിയോട് പറഞ്ഞു, എനിക്കൊരു ആത്മവിശ്വാസം കാര്യങ്ങളും ഉണ്ട്, ഉറപ്പായിട്ടും നമ്മൾ തന്നെ വിജയിക്കുമെന്ന്. ഇന്നത്തോടു കൂടി മൂർത്തി ജ്വല്ലറിക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു അടി തന്നെയായിരിക്കും. കണ്ടോ മോളെ, നമ്മൾ ചിരിക്കാൻ പോകുന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ് നാഗേന്ദ്രന്. ഇതേ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, ഇന്നലെ അനിയാ ഡീൽ ഉറപ്പിക്കാൻ പോണേന്ന് ചോദിച്ചു. അതെ, ഇത്രയും വലിയൊരു ഡീല് ആദ്യമായിട്ട് അവൻ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവന്റെ പേരിൽ ഞാൻ പ്രത്യേക പൂജകളും കാര്യങ്ങളും ഒക്കെ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അന്നദാനവും നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാം മംഗളകരമായി നടന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്കും അനി അങ്ങോട്ട് വന്നു. മുത്തശ്ശ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി അനുഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് അനി പറഞ്ഞു, ഇന്നത്തെ ഈ ഡീൽ ഉറപ്പിക്കാൻ പോകുന്ന സമയത്ത് ആത്മവിശ്വാസം തന്നിരിക്കുന്ന ആദർശേട്ടൻ നയനേച്ചുക, പിന്നെ അതുമാത്രമല്ല ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കുന്ന അവരാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, അതെ, മറ്റുള്ളവർ കണ്ടിട്ടായിരിക്കില്ല നീ മുന്നോട്ട് പോകുന്ന, അറിയാലോ നീ ഒരു കമ്പനിയുടെ MD ആ ഒരു ചിന്ത വേണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനി പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് മുത്തശ്ശ, ഇന്നത്തെ ദിവസം നമ്മുടേതായിരിക്കുന്ന വിജയിച്ച് വരാനായിട്ട് എനിക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയുടെയൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടാണ് അനി അവിടെ നിറങ്ങണേ. അനി പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, കേട്ടില്ലേ അവൻ പറഞ്ഞത്, അവന്റെ ആദർശേണ്ണും നയനേടത്തെയും കാരണമാണ് അവന് നീ ഡീൽ ഉറപ്പിക്കാൻ പോണേന്ന്. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അവർ കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല, എല്ലാ കാര്യത്തിലും സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, അവരല്ലാതെ പിന്നെ വേറെ ആരാ വസുന്ധര അവനെ സഹായിക്കാനുള്ള, എനിക്ക് ഉറപ്പുണ്ട് ഇന്നത്തെ ദിവസം നമ്മുടേതായിരിക്കുമെന്ന്. ഇനി നമ്മുടെ ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അനി അധികം വൈകാതെ കമ്പനിയെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായിരിക്കും. അപ്പൊ പിന്നെ ആദർശം കൂടെ വീണ്ടും തിരികെ കയറി കഴിയുമ്പോഴത്തേനും അവരെ രണ്ടുപേരെയും വെല്ലാനായിട്ട് ആരും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അല്ല അത് പെട്ടെന്ന് സാധിക്കുമോ? ആദർശിന് ഈ വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വരാൻ പറ്റും വസുന്ധരെ, ഞാനല്ലേ പറയണേ. കാരണം അധികം നാളൊന്നും ഈ പറയുന്ന ഏൻ ജ്വല്ലറിക്കാർക്ക് കള്ളത്തരത്തിലൂടെയും ചതിയിലൂടെയും ഒന്നാമതെത്തി നിൽക്കാൻ സാധിക്കില്ല. ഇതിന്റെ പിന്നിൽ ആരാ ഉള്ളതെന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരും. ഈ ഏൻ ജ്വല്ലറിയെ പിന്നിൽ നിന്ന് നയിക്കുന്ന ആരോ ഒരാളുണ്ട്, അയാളെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ ആദർശ് പുറത്തു കൊണ്ടുവരും. അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടല്ലേ ഞാൻ ആദർശിനെ ഇവിടുന്ന് പുറത്താക്കിയത്. അവൻ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞു വരുമെന്ന് എനിക്കറിയാം. നീ ധൈര്യമായിട്ടിരിക്കുക വസുന്ധരെ, ഇന്നത്തോട് കൂടിയിട്ട് മൂർത്തി ജ്വല്ലറിയുടെ കഷ്ടകാല സമയമൊക്കെ മാറാൻ പോവുക. നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ ആദർശില്, അത് ഉറപ്പായിട്ടും ഒന്നും നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പം. കുറച്ച് കഴിഞ്ഞപ്പം ആദർശും നയനയും കൂടെ സംസാരിക്കുന്ന സമയത്ത് ആദർശ് നയനയോട് പറഞ്ഞു, ഇന്നത്തെ ദിവസം നമ്മുടേതാണ്, ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, വിജയിക്കണം ആദർശേട്ടാ, കാരണം ഇനിയും കമ്പനി തകർച്ചയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശിന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും താഴേക്ക് പോകത്തില്ല, കാരണം നീ ഇന്നലെ രാത്രി ഉറക്കളച്ചത് വെറുതെ അല്ലല്ലോ, എത്രമാത്രം കഷ്ടപ്പാട് ഉണ്ടായിരുന്നു നിനക്ക് ഇന്നലെ, അതും ഈ സമയത്ത്. അപ്പോഴേക്കും നയന പറഞ്ഞു, ഇതെന്റെ കടമയല്ലേ ആദർശേട്ടാ, ആദർശേട്ടന് എല്ലാ സത്യങ്ങളും കണ്ടുപിടിച്ച് അനന്തപുരിയിലേക്ക് എന്റെ കൈയും പിടിച്ച് കയറിപ്പോകുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടുകൊണ്ട് എന്താ, എന്നാലും ഈ സമയത്ത് അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അനി ജയിക്കണം, അനി വിജയിച്ചു വേണം വരാനായിട്ട്, അവന്റെ വിജയം കാണാനായിട്ടല്ല നമ്മൾ കാത്തിരിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനി വന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കല വീണ് അനുഗ്രഹം മേടിക്കണം. അല്ലടാ, നീ മുത്തച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടാണോ വന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാണ്ടോ ആദർശേട്ടാ, ആദ്യം അവരുടെ അനുഗ്രഹം ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു. അല്ല അവരെന്ത് പറഞ്ഞു? വിജയിച്ച് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആദർശേട്ടനും നയനേച്ചി എന്നെ സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, എൻ്റെ ആത്മവിശ്വാസം അവരാന്ന് പറഞ്ഞു. എന്നിട്ടോ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. സാരല്ല, നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ
നിനക്ക് ഉറപ്പായിട്ടും വിജയം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഒരിക്കലും എ എൻ ജ്വല്ലറിക്കാർ പ്രതീക്ഷിക്കുന്ന പോലും ഇല്ല ഇന്ന് നീ അങ്ങോട്ടേക്ക് ചെല്ലുന്ന. അങ്ങനെയുള്ള സമയത്തായിരിക്കും അവർക്കിട്ട് കനത്ത തിരിച്ചടി കിട്ടാനായിട്ട് പോകുന്നത്. അല്ല, നീ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്നുള്ള കാര്യം നവ്യ അറിഞ്ഞോ, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞോ ഒക്കെ ചോദിക്കണം. അവർക്കാർക്കും അറിയത്തില്ല, നവ്യക്കൊന്നും അറിയത്തില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും നമുക്കിട്ട് പാര പണിയാൻ നോക്കുന്നൊക്കെ അനിയും പറഞ്ഞു. നയന പറഞ്ഞു, ഒരു കണക്കിന് അത് നല്ല കാര്യം തന്നെയാ. ആരും അറിയണ്ട, ആരും അറിയാതെ പോണം. അല്ല, 12 മണിക്കാകുമ്പത്തേനും ഡീല് കഴിയില്ലെന്ന് ചോദിച്ചു. കഴിയുന്ന അതിനെടുത്തി അപ്പോഴറിയാന്ന് പറഞ്ഞു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. അത് മതി, നീ ധൈര്യമായിട്ട് പോരാ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. അപ്പോഴേക്കും അനി പറഞ്ഞു, അതിന് നയനേച്ചി സമ്മതിച്ചു വന്നിരിക്കുന്നു കേട്ടോ. കാരണം ഇത്ര നല്ല ഡിസൈനൊക്കെ വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയന പറഞ്ഞു, ഞാൻ വരച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ഇനിയിപ്പം ആദർശന് ഇനിയിപ്പം എന്തിനാ വിഷമിക്കണേ, മാളവികയ്ക്ക് നീയല്ലേ ഡിസൈൻ വരച്ചു കൊടുത്തിരിക്കുന്നേ, അതിനേക്കാളും കൂടുതൽ നല്ല രീതിയിലല്ലേ നമുക്ക് വേണ്ടി ഡിസൈൻ വരച്ചിരിക്കുന്നേ. ശരിയാ, പക്ഷെ മാളവിക എന്തൊക്കെയോ വേറെ അവൾക്ക് സ്വന്തമായിട്ട് കുറച്ച് ഡിസൈൻ വരയ്ക്കാനൊക്കെ അറിയാലോ, അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, അതവരൊന്നും നോക്കത്ത് പോലും ഇല്ലായിരിക്കും, മാളവികയിൽ അത്രയും വിശ്വാസമുണ്ട്, അതുകൊണ്ട് അതെല്ലാം അവര് കൊണ്ട് കാണിക്കത്തുള്ളായിരിക്കും. കാരണം മാളവിക നമ്പർ 1 ഡിസൈനറായി മാറിക്കൊണ്ടിരിക്കുവാണല്ലോ. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാ, എന്നാലും ഇന്നത്തെ ദിവസം നമ്മുടെ ദിവസം ആദർശേട്ടാ, അനി നീ ധൈര്യമായിട്ട് പോയിട്ട് വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ അനി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇറങ്ങുന്നത്. ഇതേ സമയത്ത് അബിയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അബിയും ഡേവിഡും പിന്നെ ബാക്കി കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഡീലർഷിപ്പൊക്കെ ഡീലും കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോകുന്നുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വേറെ ജ്വല്ലറിക്കാരുണ്ടായിരുന്നു. അബിയോട് ചോദിച്ചു, അല്ല സാധാരണഗതിയിൽ മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് ആരെങ്കിലും വരുന്നാണല്ലോ, ഇത്തവണ അവിടെ നിന്ന് ആരെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. അബി പറഞ്ഞു, മൂർത്തി ജ്വല്ലറിക്കാർ ഇത്തവണ ഇല്ലെന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അവർക്ക് നാണക്കേടുണ്ടായിരിക്കും, അവർക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ ഡീല് കിട്ടില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാന്ന് തോന്നേ അവര് വരാത്തെ, ഇനിയിപ്പോൾ അവര് വരാനും പോകുന്നില്ല, അവര് തകർന്ന് തരിപ്പണമായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഈ പറയുന്ന ഈ ഡീൽ ഉറപ്പിക്കാൻ വന്ന സ്റ്റാഫുകളിൽ ഒരാൾ പറഞ്ഞു, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സാധാരണ ഒരു ഡീലല്ല, കാരണം ഇത് നേടുവാണെങ്കിൽ ഇതിന്റെ കുറെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കണം. നിങ്ങൾ കൊണ്ടുവന്ന പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ നോക്കും, പിന്നീട് അത് മാത്രമല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കും, അതിനകത്ത് ഏറ്റവും നല്ലത് ചൂസ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ തീരുമാനം അറിയിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ CEO ഇത്തിരി കഴിയുമ്പോഴത്തേനും വരും, അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കണ സമയത്ത് ഡേവിഡ് അബിയോട് പറഞ്ഞു, അബി ഉറപ്പായിട്ടും നമുക്ക് തന്നെ ഈ ഡീല് കിട്ടാൻ പോകുന്നേ, കണ്ടില്ലേ, ഇതൊക്കെ നിനക്ക് പുതിയ അനുഭവം അല്ലേന്ന് ചോദിച്ചു. അതെ, എനിക്ക് പുതിയ അനുഭവമാണെന്ന് പറഞ്ഞു. ഇനി വരുന്ന ഓരോ ഡീല് ഉറപ്പിക്കാൻ വരുന്ന സമയത്തും നീയും കൂടെ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി മനസ്സിൽ പറഞ്ഞു, അതിന് തൻ്റെ പെർമിഷൻ എനിക്ക് വേണ്ടല്ലോ, ഇതെൻ്റെ അച്ഛൻ്റെ കമ്പനിയാണ്, എങ്ങനെ വേണമെന്ന് എനിക്കറിയാം, ഇനി വരുന്ന സമയത്ത് താൻ പോലും ചിലപ്പോൾ എന്നോടൊപ്പം കാണത്തില്ല എന്നൊരു അഹങ്കാരത്തോടു കൂടി അബി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഡേവിഡിനെ നോക്കിയിട്ട് പറയാണ്. ആ സമയത്ത് ആദർശും അനിയും കൂടെ ഡീൽ ഉറപ്പിക്കുന്ന ആ ഹോട്ടലിലേക്ക് വരണ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. അനിയുടെ മുഖത്തെ ടെൻഷൻ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദർശ് ചോദിച്ചു, എന്താടാ നിനക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ, അത് പിന്നെ എത്രയൊക്കെയാന്ന് പറഞ്ഞാലും സമയത്തോടടുത്ത് കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ എന്ന് ചോദിച്ചു. ഉണ്ട്, എന്നാലും ആദർശേട്ടാ നീ പേടിക്കണ്ടാ, നയന രാത്രി ഉറക്കളച്ചിരുന്നിട്ടാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, അറിയാലോ, അവള് നിനക്കൊരു ആത്മവിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ട് ആദർശേട്ടാ, നമ്മൾ തന്നെ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്, പക്ഷെ എന്നാലും ഒരു ഭയമേ, ഞാൻ ആദ്യമായിട്ടല്ലേ ഇത്തരം വലിയ ഡീൽ ഉറപ്പിക്കാനായിട്ടൊക്കെ പോകുന്നത്. അതേടാ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത്, നീ ധൈര്യമായിട്ട് പോയിക്കോ, ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ഈ പറയുന്ന AN ജ്വല്ലറിക്കാരൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന്, അങ്ങനെ ഉള്ളപ്പോൾ വേണം അവർക്ക് തലക്കിട്ട് നട്ടപ്പുറം അടി കൊടുക്കാനായിട്ട്, കൃത്യസമയത്ത് തന്നെ അങ്ങോട്ട് കയറി ചെല്ലണം. പിന്നെ അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എനിക്കറിയാം ആദർശേട്ടൻ ധൈര്യമായിട്ടിരുന്നു. അപ്പോഴേക്കും ആദർശേട്ടൻ പറഞ്ഞു, ഇന്നത്തോട് കൂടിയിട്ട് മൂർത്തി ജ്വല്ലറിയുടെ ഗ്രാഫ് കുതിച്ചേരും, AN ജ്വല്ലറിക്കാരൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യമായിരിക്കില്ല അത്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ന്യൂസ് ചാനലുകാരും പത്രക്കാരും ഓരോന്നൊക്കെ എഴുതി പിടിപ്പിക്കുമെന്ന് പറഞ്ഞു, നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചായിരിക്കും ഇന്ന് അവർ പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആത്മവിശ്വാസം കൊടുത്ത് അനിയെ അങ്ങോട്ട് കയറ്റിവിട്ടിട്ട് ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി അനി തിരിച്ചു വന്നാലും ഒരു സമാധാനം ആവത്തുള്ളൂ, ആദർശനും ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.